കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ എത്ര കോടി ഉറുപ്പ്യ ചെലവാകും? ഇത് നിങ്ങൾ ജനങ്ങളെ കയ്യിൽ നിന്ന് കൂലി കിട്ടൂലെങ്കിൽ എന്ത് പറഞ്ഞാൽ വാങ്ങുന്നത്? ഇത് ഇസ്ലാമിലുണ്ടോ? ഇതിൽ ഇസ്ലാമിലുണ്ടോ? അല്ല ഇസ്ലാമിലുണ്ടോ? എത്ര കോടി ഉറുപ്പിക ജനങ്ങളെ കയ്യിൽ പിരിച്ചെടുത്ത് നിങ്ങൾ സമ്മേളനം നടത്തുന്നത്? ഇത് തെറ്റല്ലേ? നിങ്ങൾ പറ്റിക്കല്ലേ ജനങ്ങളെ കൂലിട്ട് പറഞ്ഞിട്ട്? നിങ്ങളെ മാനദണ്ഡ കൂലിട്ടല്ലേ മാനദണ്ഡം സിദ്ദീഖുൽ അക്ബർ ചെയ്തതാണെങ്കിൽ ഇത് സിദ്ദീഖുൽ അക്ബർ ചെയ്തതല്ലോ, അപ്പൊ കൂലിട്ടൂലല്ലോ, എന്നെന്തിനാ ജനങ്ങളെ പറ്റിക്കണം? ഇത് തെറ്റാണെന്ന് ഞാൻ പറയല്ല. ഒരു കാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് ഇല്ലെങ്കിൽ ജനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നല്ലൊരു പാട്ട് കേട്ടാൽ ഒരു ദിവസങ്ങളോളം നമ്മൾ മനസ്സിലാക്കാൻ. കവി തന്നെ ഒരു രാത്രി കവി തന്നെ തഹജ്ജുദ് നിസ്കരിക്കാത്തത് കൊണ്ട് കവിക്കുണ്ടായ വേദന കവി പറഞ്ഞത് കാല് നീര് കെട്ടി പൊള്ളയായി നീര് കെട്ടി വീർത്തിട്ടും രാത്രി എണീറ്റ് നിസ്കരിച്ച മനുഷ്യനെ കാണുമ്പോൾ ഞാൻ എന്താ പറയാ അന്ത്യനാളിൽ? അയാളോട് ഞാൻ അതിക്രമം കാണിച്ചല്ലോ. അപ്പൊ കവിയുടെ പ്രശ്നം എന്തല്ല, തഹജ്ജുദ് പോയതല്ല. കാല് നീര് കെട്ടി വീർത്തിട്ടും തഹജ്ജുദ് മുടക്കാത്ത മനുഷ്യനല്ലേ എന്റെ നേതാവ്. ആ നേതാവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഈ മനുഷ്യനെ എന്തിനും പ്രേരിപ്പിക്കുന്നത്? തഹജ്ജുദ് അല്ലേ മക്കളെ? അതല്ലേ? അപ്പൊ ഏത് ഒരു ഹൃദയത്തിൽ നബി ജീവിക്കുമ്പോഴേ ആ ഹൃദയത്തിൽ ഈ ഇസ്ലാം ഉണ്ടാവുള്ളൂ. നബി അകന്നു പോയാലോ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാവുന്നതിന്റെ പരമാവധി എന്താണ്? ഒരു ഹൃദയത്തിലേക്ക് നബിയെ കുടിയിരുത്തി കൊടുക്കുക. അത് ചെയ്യാവുന്നതിന്റെ ഏറ്റവും വലിയ നന്മയാ. ഈ പള്ളി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആഖിർസമാനിൽ പള്ളി കൂടും, നബി ഇല്ലാലോ. നബിക്ക് കഴിഞ്ഞ കൊല്ലത്തെ ആളുകൾ കൊല്ലല്ല, അതകന്നകന്നകന്നു പോവും. പള്ളി കൂടും. പള്ളികളെ കൊണ്ട് മനുഷ്യൻ ദുരഭിമാനം പറയുമ്പോഴല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. വലിയ വലിയ പള്ളിയൊക്കെ ഉണ്ടാവും. പള്ളി സമ്മേളനം സിന്ദാബാദ് ഒക്കെ ഉണ്ടാവും. നേതാവ് തലയെക്കെട്ട് ഒക്കെ ഉണ്ടാവും. കടപ്പുറത്തെ 10,000 ലക്ഷങ്ങൾ മുന്നിലെ മാപ്പിള പറയും പോലെ എന്നുള്ള സമ്മേളനങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. നബി ഉണ്ടാവും. മുസ്തഫ നബി. പിന്നെ അള്ളാഹിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന ഒരാളും ഒരു 2 മൂല്യന്മാര് മൗലിദിന് വന്നാലും ഏർപ്പാടായി നടക്കുന്ന 2 മൂല്യന്മാര് മൗലിദിന് വന്നാലും അത് നമുക്ക് കണ്ടാലറിയും. ആണോ അല്ലേ? സത്യമല്ലേ മോനെ? അവര് അള്ളാഹിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവര് മങ്കൂസ് മൗലിദ് നിങ്ങളൊരു ഹദീസിൽ ഓതിപ്പോയാൽ മതി പറഞ്ഞാലും ഓലത് കേൾക്കും. നിങ്ങൾക്ക് ഫുള്ള് ഓതുന്നതിന് വിരോധം ഉണ്ടാവില്ല. നമ്മൾ തുടങ്ങിയ ഫുള്ളേ ഓരോള്ളൂ. അങ്ങനെ തന്നെ. നേരെ മറിച്ച് നമ്മള് അത് അള്ളാഹിന്റെ ഹബീബ് കൽബിലില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള ചോറും 10 ഉറുപ്പ്യം കിട്ടാൻ വേണ്ടിയാണ് ഒരു വന്നതെങ്കിലോ ഓൽക്കൊരു അരി തേറെയാണ്. ഇത് അങ്ങനെയല്ലേ? അള്ളാഹിന്റെ ഹബീബ് കൽബിലുണ്ടെങ്കിൽ ആ സ്വഭാവം ഒന്ന് വേറെ ഇരിക്കും. അവൻ ചെയ്ത കർമ്മം വേറെ ഇരിക്കും. എല്ലാം വേറെ ഇരിക്കും. എല്ലാം തഹയ്യത്തിന്റെ പ്രാധാന്യം ഹബീബായ നബി പറഞ്ഞപ്പോ സഹാബികളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് മടങ്ങി വന്നു. എന്തിന്? തഹയ്യത്ത് നിസ്കരിക്കാൻ. തഹയ്യത്ത് നിസ്കരിക്കാം. പള്ളിയിൽ നിന്ന് പിന്നെ ഇറങ്ങുക. പള്ളിയിൽ നിന്ന് ഇറങ്ങി 2ാമത് കയറുമ്പോ എന്തുണ്ട്? തഹയ്യത്തുണ്ട്. പള്ളിയിൽ വയറിൽ കെട്ടിയിരിക്കുന്ന മനുഷ്യന്മാരെ വയറിൽ കഴിയുമ്പോൾ ഇറങ്ങിപ്പോയി. പോക്കൗട്ട് ചെയ്താലില്ല. പുറത്തേക്കിറങ്ങണം. നിങ്ങളൊന്ന് കൊടുക്കുക. തഹയ്യത്ത് നിസ്കരിക്കുക. പിന്നെ ഇറങ്ങ, പിന്നെ കയറുക. തഹയ്യത്ത് നിസ്കാരല്ലേ? നമ്മളെ ഭാഷയിൽ പറഞ്ഞ പിരാന്ത്. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂൽ അത് പറഞ്ഞു. അത്ര വലിയ സത്യമാണ്. അതിന്റെ ഒരു ഇഷ്ടം ഒരു കടമ വെച്ചതല്ല. കൽബിൽ ഒരു മനുഷ്യന്റെ കൽബിൽ ഈമാൻ ഉണ്ടാകണമെങ്കിൽ മുസ്തഫ നബി ഉണ്ടാവണം. മുസ്തഫ നബി ഉണ്ടെങ്കിൽ കൽബിൽ ഈമാൻ ഉണ്ടാവും. ബാക്കിയൊക്കെ കണക്കാണിടോ. ബാക്കിയൊക്കെ കണക്കാ. എല്ലാം കണക്കാ. ബാക്കിയൊക്കെ കണക്കാ. സ്പീഡിൽ നിസ്കരിച്ചതിൻ്റെ പേരിൽ, സ്പീഡിൽ ഇമാമ നിസ്കരിച്ചതിൻ്റെ പേരിൽ മൗമൂങ്ങളിൽപ്പെട്ട ഒരാൾ ഇമാമിനെ ആക്ഷേപിക്കുന്നതിന് 10 കൊല്ലം മുമ്പ് ഒരു സദസ്സിൽ ഞാൻ സാക്ഷി. ഈ കൊല്ലം വളരെ സാലിഹായ മുത്തഖയായ മനുഷ്യൻ ഇമാമത്ത് നിന്ന് സ്പീഡിൽ നിസ്കരിക്കുന്നതിന് മൗമൂമാവാൻ ഉള്ള അവസരവും എനിക്കുണ്ടായി.
അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. കുറച്ച് ആയിട്ട് എൻ്റെ മനസ്സിലുണ്ടാ ചിന്ത. മനസ്സിലായില്ലേ പറഞ്ഞത്? അതായത് ഈ കാട്ടിക്കൂട്ടലൊന്നല്ല അടിസ്ഥാനം. കൂടുതൽ നേരം നിന്ന് നിർത്താൽ കൂടുതൽ അണ്ടിക്കണക്ക് കൂട്ടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നല്ലേ അതിനർത്ഥമുള്ളൂ. എത്ര ക്രിയാമ് നീട്ടിയോ അത്ര അവൻ്റെ കച്ചവടം നടക്കും. ഒറ്റ ശ്വാസം കൊണ്ട് ഫാത്തിഹ ഓതി സുന്നത്ത് നിസ്കരിച്ചു. ഫാത്തിഹയിൽ തന്നെ ശ്രദ്ധിച്ചു. അതല്ലേ നല്ലത്. ഞാൻ റബ്ബിന്റെ സഹായത്താൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരു ശ്വാസം കൊണ്ട് ഫാത്തിഹ ഓതാൻ പഠിച്ചു. റബ്ബ് ഞാൻ ഒറ്റ ശ്വാസം കൊണ്ട് ഫാത്തിഹ ഓതും. ഒറ്റ ശ്വാസം കൊണ്ട്, ഒരു ശ്വാസം കൊണ്ട് ഫാത്തിഹ ഓതും, തീർക്കും. സ്ഥിരമാണ് റബ്ബിന്റെ സഹായം കൊണ്ട്. എന്താ വേറെ ചിന്തല്ല. ഈ മക്കനാട് കയറി അപ്പോഴത്തെ റുക്കൂലേക്ക് പോയി. ഞാൻ കണക്കോടെ കിട്ടാൻ നേരമില്ല. ഒറ്റ ശ്വാസം കൊണ്ട് ഫാത്തിഹ ഓതും. ഒരു ശ്വാസം കൊണ്ട് ഫാത്തിഹ ഓതും. അണ്ടിക്കണക്ക് ഈ കാട്ടിക്കൂട്ടുന്നതിലൊന്നും ഇല്ല. ഖൽബിന്റെ ഹുദൂറാണ്. ഖൽബ് ഹദറാകല. ഖൽബ് ഹദറാകണ ഏറ്റവും വലിയ ആൾ മുസ്തഫ നബി ഖൽബിൽ കൂടിയിരിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൻ്റെ അർത്ഥം വലിയ നീട്ടി ഓതിയാൽ തെറ്റാണെന്നല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഈമാൻ കൻസൂറായ ആളുകളാണ്. നമുക്കൊക്കെ ദുനിയാവിൻ്റെ കളിയാണ്, എല്ലാ ദുനിയാവിൻ്റെ കളിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ, ഞാൻ തിരിച്ചു വരിക, എൻ്റെ ഇടയ്ക്ക് കയറിപ്പോയതാണ്. അള്ളാഹുവിൻ്റെ ഹബീബാണ് എല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എനിക്ക് 9 മക്കളാണ്. ഞാൻ 9 മക്കൾക്ക് റസൂലുള്ളാഹിനെ പേരിട്ടത്. 9 മക്കൾക്ക് റസൂലുള്ളാഹിന്റെ പേരാ. അത് സന്തോഷമാണ്. അപ്പൊ എനിക്കൊരു സന്തോഷമാണ്. എൻ്റെ കുട്ടിയൊക്കെ ഞാൻ റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് പേരിട്ടത്. എല്ലാം അവസാനത്തെ കുട്ടിയുടെ പേര് ആയിഷയാണ്. ആയിഷ എന്ന പേരിൽ 2 കുട്ടികളുണ്ട്. സൈനബ് ഉണ്ട്, ഫാത്തിമ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ മുഹമ്മദ് ഉണ്ട്, അഹമ്മദ് ഉണ്ട്. അപ്പൊ എന്താ റസൂലുള്ളാഹി, ഞാൻ റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ടാണ്. എനിക്കതൊക്കെ റസൂലുള്ളാഹിനെയാണ്. ഞാൻ ഒക്കെ ചെയ്തത് റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ട്? ഈ തമ്മാടികളായ ഒന്നുമില്ലാത്ത എന്നെ പോലത്തെ വിവരമില്ലാത്ത ജാഹിലായ പടുജാഹിലായ ആൾക്ക് അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടല്ലാതെ നാളെ രക്ഷപ്പെടാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. ഞാൻ ഒരാൾക്ക് സദഖ കൊടുക്കണം നാട്ടുമര്യാദയ്ക്കല്ല. അള്ളാഹു റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കൂല. ഞാൻ വലിയ സദഖ കൊടുക്കുന്ന ആളായിട്ടില്ല. പക്ഷെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവിടെ റസൂൽ എൻ്റെ മനസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ വൃത്തിയാവില്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്. നമ്മളൊരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ അൽബസ്നി ഹദാ വകസാനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, ഒരു പുതിയ വസ്ത്രം എൻ്റെ അള്ളാഹു റസൂൽ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റസൂൽ ഭാര്യമാരെ ബഹുമാനിച്ചു. ഞാൻ എൻ്റെ ഭാര്യമാരെ ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ കുട്ടികളെ ബഹുമാനിക്കുന്നു. റസൂലുള്ളാഹിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ എന്തുകൊണ്ട് റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണ്? എല്ലാം റസൂലുള്ളാഹിക്ക്. റസൂലുള്ളാഹിയാണ് നമ്മുടെ ജീവിതം, എല്ലാം റസൂലുള്ളാഹിയാണ്. നമുക്ക് പൂർണ്ണമായി എല്ലാത്തിനും കഴിഞ്ഞ അല്ല, പക്ഷെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ റസൂൽ നമ്മളെ കൂടെ ഉണ്ട്. പുണ്യ റസൂൽ നമ്മളെ കൂടെ ഉണ്ട്. ഒരാൾക്കൊരു വേദന കേൾക്കുമ്പോൾ നമുക്കതൊരു വിഷമം തോന്നാണ്. എന്തുകൊണ്ട്? അത് റസൂലുള്ളാഹിയാണ്. ഒരാളെ വിഷമത്തിൽ അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് നന്മ ലഭിക്കാൻ, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്ന റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നന്മ ലഭിക്കാൻ നബിക്ക് വലിയ ആർത്തിയുമാണ്. അതാണ് ഹബീബായ റസൂൽ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, കൃപയുള്ള ആളാണ്. അപ്പൊ ഇതന്നെ കുട്ടികളെ, ഇതിലെ ബാക്കിയൊക്കെ വെറും വർത്താനങ്ങൾ മാത്രമാണ്. എല്ലാം വർത്താനം. നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നിന്റെ സ്ഥാപനം, നിന്റെ KNM, നിന്റെ ISM, നിന്റെ സമസ്ത, നിന്റെ സംസ്ഥാനം, ഇതിനൊക്കെ വാർഷികം ഉണ്ടാക്കണില്ലേ? ഇത് ഏത് ബാപ്പയെ പറഞ്ഞു? ഇതൊക്കെ ആരാ പറഞ്ഞു? ഇത് ഏത് സിദ്ദീഖുലൊക്കെ പറ ചെയ്ത്? ഇതിന് കൂലിട്ടൂലേ? നിങ്ങൾ ജനങ്ങളെ പറ്റിക്കല്ലേ? ജനങ്ങളെ കയ്യിൽ നിന്ന് കൂലിട്ട് വാങ്ങിയിട്ടല്ലേ നിങ്ങൾ ഇത് ചെയ്യുന്നത്? കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ എത്ര കോടി ഉറുപ്പിക ചെലവാകും? ഇത് നിങ്ങൾ ജനങ്ങളെ കയ്യിൽ നിന്ന് കൂലി കിട്ടൂലെങ്കിൽ എന്ത് പറഞ്ഞാൽ വാങ്ങുന്നത്? ഇത് ഇസ്ലാമിലുണ്ടോ? ഇതിൽ ഇസ്ലാമിലുണ്ടോ? അല്ല, ഇസ്ലാമിലുണ്ടോ? എത്ര കോടി ഉറുപ്പിക ജനങ്ങളെ കയ്യിൽ പിരിച്ചെടുത്ത് ഞങ്ങൾ സമ്മേളനം നടത്തുന്നത്? ഇത് തെറ്റല്ലേ? നിങ്ങൾ പറ്റിക്കല്ലേ ജനങ്ങളെ കൂലിട്ട് നടന്നിട്ട്? നിങ്ങളെ മാനദണ്ഡ കൂലിട്ടല്ലേ മാനദണ്ഡ സിദ്ദീഖുൽ അക്ബർ ചെയ്തതാണെങ്കിൽ സിദ്ദീഖുൽ അക്ബർ ചെയ്തതല്ലോ, അപ്പൊ കൂലിട്ടില്ലല്ലോ. എന്തിനാ ജനങ്ങളെ പറ്റിക്കണം? ഇത് തെറ്റാണെന്ന് ഞാൻ പറയല്ല. ഒരു കാലത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് ഇതില്ലേ ഇല്ലെങ്കിൽ ജനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നല്ലൊരു പാട്ട് കേട്ടാൽ ഒരു ദിവസങ്ങളോളം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും.
നബിയുടെ ബഹുമാനം. ഖദീജ ബീവിയെ പറ്റി 4-5 വർഷങ്ങൾക്ക് മുമ്പ് പാട്ട് ഇറങ്ങി, സിനിമ പാട്ട് ഇറങ്ങുന്നത്. പക്ഷെ ആ പാട്ടിന്റെ പേരിൽ യൂത്ത് മുഴുവൻ ആ പാട്ട് പാടി. എന്നെ വളരെ ആകർഷിപ്പിച്ച സംഭവമാണ്. സിനിമ പാട്ടാണ്, പക്ഷേ എൻ്റെ വീക്ഷണം അതൊരു ഇലാഹിന്റെ ഹിക്മത്താണ്. ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാത്ത പാട്ടാണ്. ആര് ഖദീജ ബീവിയും നബിയും തമ്മിലുള്ള വിവാഹത്തെ കുറിച്ച് ഓർമ്മയില്ലേ അല്ലേ? അത് എല്ലാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വ്യത്യാസമില്ലാതെ എല്ലാവരും നാവിലും ആ പാട്ട്. അതൊരു ഇലാഹിയ ഹിക്മത്താണ്. ആ പാട്ടൊരു സാധാരണ പാട്ടുമാണ്. അത് കൊല്ലങ്ങൾക്കും ഒരാൾ എഴുതിണ്ടാക്കിയൊരു പാട്ടാണ്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അതൊരു സിനിമയ്ക്ക് വേണ്ടി പാടിയപ്പോൾ, ഏതോ ആൾ പ്രധാനപ്പെട്ട ഒരാൾ പാടിയപ്പോൾ ജനങ്ങളൊക്കെ എല്ലാവരും പാട്ടി. ഞാൻ ആ പാട്ട് കേട്ട് കരഞ്ഞിട്ടുണ്ട്. സത്യം. കാരണം ഖദീജ ബീവി എനിക്ക് എത്ര ഇഷ്ടമുള്ള ആളാണ്. പിന്നെ എനിക്ക് കരച്ചിലാണ്. കാരണം എൻ്റെ ഖദീജ ബീവിയെ എപ്പോഴും ജനങ്ങൾ സന്തോഷിച്ച് പറയുകയാണല്ലോ. ആ പാട്ടിൽ ശരി വന്നിരിക്കാൻ തെറ്റി വന്നിരിക്കാം. എന്നാലും അതിലെ കഥാതന്തു 2 ആളാണ്. ഒന്ന് പുണ്യ റസൂലും ഒന്ന് ഖദീജ ബീവിയാണ്. യൂത്തിന് അത്രയല്ലേ അറിയുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. അതിന്റെ ഗ്രാമറൊന്നും ഒരു നോക്കേണ്ടതില്ല. എന്നാൽ കേരളം മുഴുവൻ ഒരു കാലത്ത് ചർച്ചയായി അല്ലേ? ഓർമ്മല്ലേ? കേരളം മുഴുവൻ ചർച്ചയായി. എന്ത്? നബിയും ഖദീജ ബീവിയും. അറിയാത്തൊരു ഹിന്ദു ഉണ്ടാവില്ലല്ലോ. നബി എന്നൊരാളെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഖദീജ ബീവി ഞാൻ കേട്ടിട്ടില്ലെന്ന് ഒരാൾക്ക് പറയാൻ പറ്റൂല. അതൊരു ഇലാഹിയ ഹിക്മത്തിന്റെ ഭാഗമാണ്. നീ അതിനെ ഗ്രാമറൊക്കെ നമ്മൾ കുറ്റം പറയണത്തിനാ? അള്ളാഹു അതൊരു ചിന്തയാണ്. ആ വഴിക്കും അള്ളാഹു താല മനുഷ്യന്മാരെ നന്മയിലേക്ക് ക്ഷണിക്കും, നന്മയിലെത്തിക്കും. അപ്പൊ ഈ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നമ്മളെ സംബന്ധിച്ചിടത്തോളം റമളാൻ നമ്മൾ ഖുർആന്റെ വർക്കാ കൂടുതൽ ചെയ്യാം. എന്തുകൊണ്ട്? അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് റബീഉൽ അവ്വൽ. നമുക്ക് 2 ആധാരങ്ങളാണുള്ളത്. ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ, ഒന്ന് പരിശുദ്ധ ഖുർആനും. തറക്തു ഫീകും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. ഞാൻ നിങ്ങളിൽ 2 കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ 2 മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ പിഴക്കില്ല. കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. കിതാബിന്റെ മാസമാണ് ഏത്? റമളാൻ. ഹബീബ നബിയുടെ മാസമാണ് ഏത്? റബീഉൽ അവ്വൽ. അപ്പൊ ജനങ്ങളിൽ എത്തിക്കാൻ ഒരു മാധ്യമമാണത്. നിങ്ങൾ വെറുതെ ഒരു പായസം ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ വണ്ടി വെറുതെ ഓന്റെ പായസം കുടിക്കണ പണി നമുക്ക് എന്ന് പറയും. അതേസമയത്ത് നബിദിനത്തിന് പായസം കൊടുത്താൽ ആരും ഒന്നും പറയില്ല. പറയുകയാണെങ്കിൽ വല്ല വഹാബി പറയുള്ളൂ, ഹിന്ദു അറിയില്ല. ഹിന്ദുവിന് കുറച്ച് അതവും മര്യാദയുണ്ട്. ഈ ദുനിയാവിൽ അതവും മര്യാദ ഇല്ലാത്ത ഒരൊറ്റ കൗമുണ്ടെങ്കിൽ അത് വഹാബികൾ മാത്രമാണ്. ഹിന്ദുവിന് അതവുണ്ട്, ക്രിസ്ത്യാനിക്ക് അതവുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരന് വരെ അതവുണ്ട്. അതമില്ലാത്തൊരു ജനം ഈ ഭൂലോകത്ത് ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വഹാബികൾ മാത്രം. അതിന്റെ അപ്പുറം പറയാൻ എനിക്കറിയും. ഞാൻ പറയാത്ത നിങ്ങൾക്ക് സുഖം ഉണ്ടാവില്ല ചോദിച്ചിട്ട്. ഇതിനപ്പുറം എനിക്ക് പറയാനറിയും. ഇതിനപ്പുറം പറയേണ്ട വാക്ക് അവിടെ നീങ്ങിയിട്ടുണ്ട്. ഹിന്ദുവിനും അതമുണ്ട്, ക്രിസ്ത്യാനിക്കും അതമുണ്ട്, വഹാബിക്ക് അതമില്ല. അതേസമയത്ത് ഹിന്ദു ക്രിസ്ത്യാനി ആ ബസ്സിലുണ്ടെങ്കിൽ ആ പായസം കുറിച്ച് നല്ല വർത്താനം പറയും. ആ പായസം വാങ്ങൂല, ഒട്ട് കുടിക്കൂല, വണ്ടി വിടാന്ന് പറയും. ആരായിരിക്കും? എന്തുകൊണ്ട്? ഓൻ അല്ലാഹു റസൂലിനെ അറിയില്ല. മനസ്സിലായിട്ടോ? നമ്മൾ ആഗസ്റ്റ് 15 ഒരു പായസം കിട്ടിയാൽ അതിൽ സന്തോഷിക്കും. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യം ഇന്ന് സ്വതന്ത്രമാണ്. ആണെങ്കിലും അല്ലെങ്കിലും പേരിനെങ്കിലും ആണല്ലോ, അങ്ങനെയല്ലേ? ഭഗവാൻ സന്തോഷിക്കും. ഞാനാണിക്കൊല്ലോ ഇവിടെ പതാക ഉയർത്തി. ഞാനാ ജനഗണമന ചെല്ലിയ ആള് ഞാനാണ്. എന്ത്? അതിന്റെ രാജ്യത്തിന്റെ ദേശീയഗാനാണ്. അതിന്റെ രാജ്യത്തിന്റെ പതാക ഞാൻ അഭിമാനിക്കണില്ല. അത് വെറുതെ കിട്ടിയല്ല. ഈ കഷ്ടപ്പെട്ട് ലക്ഷോപലക്ഷം ജനങ്ങൾ ജീവൻ കൊടുത്തിട്ട് വാക്ക് കിട്ടിയതാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. അതിനോട് രാജ്യത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ സന്തോഷമാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അപ്പൊ ഇതാണ് ആ വിഷയത്തിലേക്ക് അതായി പറഞ്ഞതൊക്കെ താല്പര്യം. റസൂലുള്ളാഹിന്റെ മാസം ആ നബിയുടെ മേലുണ്ടാക്കിയ സലാത്തുള്ള അള്ളാന്റെ സലാത്ത്, സുമ്മ സലാമു അള്ളാന്റെ സലാമു ബിഹാ. ആ സലാത്ത് കൊണ്ട് എളുപ്പമാകും, വൽ ഐഷു സന്തോഷകരമായ ജീവിതവും, വൽ കൂത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ കടക്കാനുള്ള ഭക്ഷണം. കൂത്ത് ഏതൊന്നിനെയും നിലനിർത്തുന്ന ഘടകം പിന്നെ കൂത്ത് എന്നറിയാം. ഏതൊന്നിനെയും നിലനിർത്തുന്ന ഘടകത്തിന് കൂത്ത് എന്ന് പറയും. കൂത്ത്
അതൊക്കെ എളുപ്പമാകും സ്വലാത്തിൽ. സ്വലാത്ത് എല്ലിയാൽ കടം വീടും, സ്വലാത്ത് എല്ലിയാൽ റിസ്ക് എളുപ്പമാകും, ജീവിതം സന്തോഷകരമാവും. ഭാര്യയും ഭർത്താവും രണ്ടാളും സ്വലാത്തേലും വരുമാനമൊന്നുമില്ല, പക്ഷെ സന്തോഷകരമായി ജീവിച്ചു. അങ്ങനെ എത്ര കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലായില്ല? ഭാര്യയും ഭർത്താവും രണ്ടാളും സ്വലാത്തില്ല, വലിയ വരുമാനം ഉണ്ടോ? ഇല്ല. മൂപ്പർക്കൊരു പള്ളിയിലേരി ബാങ്ക് കൊടുക്കണ പണിയുണ്ട്. പങ്കുള്ളിയിൽ ബാങ്ക് കൊടുത്ത അപ്പം തന്നെ നമ്മളല്ല. അവനകത്തത് അന്നത്തെ അവസ്ഥ എന്താ? നല്ല റാഹത്തായി ജീവിക്കും. എന്തുകൊണ്ട്? അള്ളാഹു തആല അതൊക്കെ എവിടുന്നാ വന്നതെന്ന് അറിയില്ല. അങ്ങനെ റാഹത്തായി അള്ളാഹു കൊണ്ടുപോകും. അവൻ്റെ നാവിൽ എപ്പോഴും എന്തുണ്ടാവണം? ഒരാൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അയാൾക്ക് 10 ഗുണം ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് തരട്ടെ. 1000 സ്വലാത്ത് ചൊല്ലിയാൽ 10,000 റഹ്മത്തിന് അയാൾ അർഹനാവും ഒരു ദിവസം. അള്ളാഹു 10,000 റഹ്മത്ത് വാഗ്ദത്താണ്. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. അള്ളാഹു ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കൂല. അപ്പൊ അള്ളാഹു പറഞ്ഞതാണ് എന്ത്? നബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ അവന് 10 ഗുണം ചെയ്തു കൊടുക്കും. അപ്പൊ 1000 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അയാൾ 10 നേട്ടങ്ങൾക്ക് അർഹനായി ആ ദിവസം. ഇത് വാഗ്ദത്താണ്. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ഒരിക്കലും വാഗ്ദത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല ലംഘിക്കുകയില്ല. സ്വലാത്തിനെ പിരിപ്പിച്ചോ. പിന്നെ അപ്പൊ ജീവിതം സന്തോഷകരമോ? റാഹത്താവും, എല്ലാം റാഹത്താവും, നല്ല റാഹത്താവും. ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആധാരക്കെട്ടൊന്നും കൂടുതലില്ല എന്നേ ഉള്ളൂ. എന്നാലും അപ്പുറത്തെ ആധാരമുള്ളവൻ്റെ പേരിൽ ജീവിക്കുന്നതിനേക്കാൾ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കും. മറ്റവൻ്റെ അവിടെ ആധാരം കെട്ടി അലമാരിന്ന് മറ്റേ അലമാരിക്ക് മാറ്റി അല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ അപ്പോൾ അതിൽ സന്തോഷം ഉണ്ടാവില്ല. ബാപ്പാക്ക് ഉമ്മാനെ ഇഷ്ടമല്ല, ഉമ്മാനെ വിശ്വാസമല്ല, നമുക്ക് ബാപ്പാനെ തീരെയും വിശ്വാസമല്ല, അങ്ങോട്ടും കൂടെ വിശ്വാസമല്ല. ആധാരം പാടുണ്ട്. കുട്ടികൾ ബാപ്പാനോട് മിണ്ടൂല, ബാപ്പ മക്കളോട് മിണ്ടൂല. ഇപ്പുറത്തൊരു പേരുണ്ട്, അവിടെ സ്വലാത്താണ് അവരുടെ ജീവിതം. ബാപ്പ മക്കളൊക്കെ വലിയ സന്തോഷത്തിലാണ്, ജീവിതമൊക്കെ വലിയ റാഹത്തിലാണ്. ഒരാൾക്കൊരാളെ വിശ്വാസം, ഏറ്റവും വലിയ കാര്യം വിശ്വാസം. ഭാര്യക്ക് ഭർത്താവിനെ വിശ്വാസം, ഭർത്താവിന് ഭാര്യയെ വിശ്വാസം, മക്കൾക്ക് ബാപ്പാനെ വിശ്വാസം, ഇഷ്ടമാണ്. മനസ്സിലാണ്ട് പറഞ്ഞു മുതലുണ്ടായിരുന്നു. മുതലെന്തിന്? ആധാരക്കെട്ടും തല്ലുണ്ടാക്കാൻ അല്ലാതെ. അത്രയല്ലേ ഉള്ളൂ. നമ്മളെ കോയമ്പക്കാക്ക് എന്നോട് പറയും, അദ്ദേഹത്തിന് മഴപ്പണിയാണ്. വീട്ടിൽ തിരിച്ചു വരുമ്പോഴത്തിന് ഇപ്പോൾ അതിൽ കുട്ടികൾ ഒരാൾ ചേരി ഉണ്ടാക്കും, പിന്നെ എന്താ പറയുക, ഒരാൾ ചേരി ഉണ്ടാക്കും, തുപ്പൊക്കെ എടുത്ത് ചകിരിൻ്റെ തുപ്പൊക്കെ എടുത്ത് ചേരി ഉണ്ടാക്കി വെക്കും. ഒരാൾ അപ്പോഴത്തിന് സോപ്പൊക്കെ എടുത്തുകൊണ്ട് വരും, ഒരാൾ വെള്ളം മുക്കി തരും, ഒരാൾ പുറത്ത് കൂടി ഒഴിച്ച് തരും. അപ്പോഴത്തിന് പെണ്ണുങ്ങൾ അപ്പുറത്ത് നിന്നാണ് കഞ്ഞി ഉണ്ടാക്കും, കഞ്ഞി തണുപ്പിക്കും, എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഞാൻ കുളിച്ച് വരുമ്പോൾ കഞ്ഞി വൃത്തിയായി. കുട്ടികൾ മൂന്ന് വർത്താനം പറഞ്ഞ് കഞ്ഞി കുടിക്കും, അറിയാൻ പള്ളിയാക്കും. ആ കുട്ടികൾക്കാകെ ബാപ്പാൻ്റെ ഒരു വരുമാനമേ ഉള്ളൂ, ആധാരക്കെട്ടില്ല. പക്ഷെ ഭയങ്കര സന്തോഷം. മറ്റേ ആധാരക്കെട്ട് എമ്പാടുണ്ടാവും, പക്ഷെ മക്കൾക്ക് ബാപ്പാനെ ഇഷ്ടം ഉണ്ടാവില്ല, ബാപ്പാക്ക് മക്കൾ ഇഷ്ടം ഉണ്ടാവില്ല. ആധാരക്കെട്ട് കയറിയായത് കുഴപ്പമാണെന്നല്ലേ പറഞ്ഞർത്ഥം. റസൂലുള്ള വീട്ടിലുണ്ടെങ്കിൽ, വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ എന്നാണ്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയെ. ഒരു വീട്ടിൽ നബി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വിളക്ക് വേണ്ട. ഒരു ഹൃദയത്തിൽ എല്ലാവർക്കും വിളക്കുണ്ടാവും. ഖുലൂബുഹും മസാബിഹുൽ ഹുദാ. ആ വീട്ടിലുള്ള ഓരോരുത്തരുടെയും ഹൃദയം ഈമാനിന്റെ വിളക്കുകളായിരിക്കും. ഖുലൂബുഹും മസാബിഹുൽ ഹുദാ. മനസ്സിലായില്ലേ? ഹിദായത്ത് ആ വീട്ടിൽ അവരുടെ ഹൃദയത്തിൽ നബി പാർക്കലാണല്ലോ. ഖുലൂബുഹും മസാബിഹുൽ ഹുദാ. അവരുടെ ഹൃദയം ഈമാൻ വെച്ച വിളക്കുകളായിരിക്കും. ഒരു വീട്ടിൽ നബി ഉണ്ടായാൽ മതി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നബി ഉണ്ടാക്കൽ? നിസ്കാരം നോമ്പ് നല്ലടൂ, നബിയോടുള്ള ഇഷ്ടമാണ്. ചിലപ്പോൾ നിസ്കാരം ചിലപ്പോൾ ഫർള് മാത്രം നിസ്കരിക്കും, നല്ല റസൂലുള്ളാഹിനെ ഇഷ്ടമായിരിക്കും. ചില സുന്നത്ത് നിസ്കരിക്കും, നല്ലത്. കുറേ സുന്നത്ത് കൂട്ടലൊന്നല്ല. മത്തസാഅത്തു യാ റസൂലല്ലാഹ് എന്നാണ് നബി ഖിയാമത്ത് നാൾ. അപ്പോൾ ചോദിച്ചു, ഫമാദാ അഅതലഹ, എന്താ നീ അതിനു വേണ്ടി ഒരുക്കി വെച്ചത്? ഫഖാല, ആ വന്ന ആൾ മനുഷ്യൻ, ആ ഗ്രാമീണൻ പറഞ്ഞു, ലൈസ ഇൻദി കസറത്തു സ്വലാത്തിൻ വലാ സിയാം, എൻ്റെ അടുക്കൽ കൂടുതൽ നിസ്കാരമോ നോമ്പോ ഇല്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടം. ചിലർ പറയാ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന താടി കിട്ടില്ല, ചിലർ പറയാ തലയിൽ കെട്ടുന്ന കിട്ടില്ല, ചിലർ പറയാ മൂട്ടിൽ ഒന്നും കൂടി ടൗസറും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കുപ്പായം കിട്ടില്ല.
പറയാ എല്ലാ വക്കത്തിനും സുന്നത്ത് നിസ്കരിക്കലാണ്. അതൊക്കെ ഇറാഅത്തും ചിലപ്പോൾ ക്ഷീണാണെങ്കിൽ നിസ്കരിക്കണ്ട, ക്ഷീണല്ലെങ്കിൽ നിസ്കരിച്ചാൽ ക്ഷീണുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കും. കാരണം മറ്റുള്ളവർ എന്താ വിചാരിക്കും, അതിനൊന്നും മെനക്കെടണ്ട. ക്ഷീണാണോ നിസ്കരിക്കണ്ട. അനക്കൊരു റസൂലുണ്ട്, എനിക്ക് എൻ്റെ അമലൊന്നും ചുക്കല്ല, എനിക്ക് റസൂലുണ്ട്. റസൂൽ നമ്മൾ വൃത്തിയാക്കും, അള്ളേ റസൂൽ വൃത്തിയാക്കൂല എന്ന് മാത്രം എൻ്റെ പ്രതീക്ഷ. എനിക്ക് ഹക്ക് പറയാം, ഞാൻ ചെയ്ത ഒരു അമൽ അള്ളാഹു സ്വീകരിക്കുന്ന വിശ്വാസമല്ല. ഹക്ക് എന്തുകൊണ്ട് ഞാൻ അർഹനല്ല? ഞാൻ സത്യം നിങ്ങളെ മുന്നിൽ പറയല്ല കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വഖ്ത് നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിൽ നിസ്കരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ട്? അങ്ങനെ നമുക്ക് കഴിയില്ല. പക്ഷെ എനിക്കൊരു പിന്നെന്തിനാ നിസ്കരിച്ച അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതിനോയാ നിസ്കരിക്കും. പക്ഷെ എനിക്ക് എന്നെ അള്ളാഹ് നരകത്തിലിടൂല എന്നൊരു പ്രതീക്ഷയാണ്. എന്തുകൊണ്ട്? അള്ളാഹു കരുണുള്ളവനാണ്. നബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്ര തന്നെ. നബി എനിക്ക് വലിയ ഇഷ്ടമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി എനിക്ക് ഇഷ്ടമാണ്, മുസ്തഫ നബി ഇഷ്ടമാണ്. അതിനെന്ത് ഇനി പേരുകൾ പറഞ്ഞാലും വേണ്ടില്ല, എന്ത് പറഞ്ഞോളി, എന്തുങ്ങൾ പറഞ്ഞോളി, അള്ളാഹിന്റെ ഹബീബിന് ഇഷ്ടമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ. അതിനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. അതെല്ലാം നമ്മൾ ഓർമ്മിപ്പിച്ച് പറയുക. ഈ നബിയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അതന്നെ നബിയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നബിയുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ നമ്മൾ സുന്നത്ത് നിസ്കരിക്കലിനെ കൂട്ടും, ചിലപ്പോൾ അത്ര കഴിയൂല. ചിലപ്പോൾ തിങ്കളാഴ്ച വ്യാഴ്ച നോമ്പ് വെൽക്കും, ചിലപ്പോൾ അതിന് കഴിയൂല. നമ്മൾ നോമ്പ് വെൽക്കണം വിചാരിക്കും, പക്ഷെ നടക്കൂല. മനസ്സിലാണ്ട് പറഞ്ഞു എല്ലാ കാരണം കൊണ്ട് നമ്മൾ നോമ്പൊക്കെ പോകും. പക്ഷെ അതിനൊന്നും നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് റസൂലുണ്ട്. നോമ്പ് നോക്കിയിട്ടല്ല അള്ളാഹ് അവിടെ കൊടുക്കുക. അമല് കൊണ്ട് ഒരാളും സ്വർഗത്ത് കിടക്കൂല. അത്ര തന്നെ. ഇപ്പൊ ഇതൊരു ഉദ്യോഗസ്ഥനാണ്, ഇതൊരു പഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് ചെയ്യേണ്ട കാര്യം എന്താ? അവിടെ നബിയെ നല്ലത് പറയിപ്പിക്കുന്ന ഒരു വിധത്തിൽ ജീവിക്കുക, ബസ്. അത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. അവിടെ ഇരിക്കുന്ന ഒരു ഹിന്ദുവായ ഉദ്യോഗസ്ഥന് തോന്നണം അയാളൊരു മുഹമ്മദ് നബിൻ്റെ ആളന്നെയാണ്, എന്താണ് സത്യസന്ധന. അത് പറയിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അതെനിക്ക് 10,000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. കാരണം നബിയെ നല്ലത് പറയാൻ നീ കാരണമായി. അതേ സമയത്ത് സുന്നത്തോട് സുന്നത്ത് നിസ്കരിക്കും, പക്ഷേ മനസ്സിലായില്ല, സുന്നത്താണ് നിസ്കരിക്കുന്നത്. പക്ഷെ മനുഷ്യത്വം എന്നിൽ ഇല്ലെങ്കിൽ എന്താ ഒരു പറയാം, ഓനൊക്കെ പുറമ്പൂച്ചുള്ളൂ, ഓനെ മുഹമ്മദിനൊക്കെ പിന്നെ നമ്മൾ വെറുതെ വർഗീയ കലാപം ഉണ്ടാക്കുന്നു, ഓക്കെ പുറത്താ ഓരോ നബി. എന്ത് നബി? പോ നബിൻ്റെ ആള്. അത് പോൻ്റെ അവസ്ഥ എന്താ? അപ്പുറത്തെ രാഘവം പറയാൻ പിന്നെ 10,000 റക്അത്ത് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞത് ശരിയോ അല്ലേ? ഇന്നത്തെ മനസ്സിലാണ്ട് പറഞ്ഞത്, നിന്റെ സഹജീവി നബിയെ, അന്യ സമുദായക്കാരനായ സഹജീവി നബിയെ ആക്ഷേപിക്കാൻ നീ കാരണമാകരുത്. ഇന്ന് നമ്മൾ 90% അവസ്ഥ മറ്റുള്ളവർ നബിയെ ആക്ഷേപിക്കാൻ നമ്മൾ കാരണമാണ്. നമ്മൾ ഭീകരവാദം പറയും, ഞാൻ ഒരിക്കലും ഭീകരവാദത്തിന് അനുകൂലിക്കില്ല. ഈ ലോകത്തെ എല്ലാവരും ഭീകരവാദിയായി ഞാനിലുണ്ടാവില്ല. എന്തുകൊണ്ട്? അത് എൻ്റെ നബിയെ കുറ്റം പറയാൻ കാരണമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ഭീകരവാദം എൻ്റെ പ്രശ്നം നബിയെ കുറ്റം പറയില്ലാണ്. കാരണം നബി ഭീകരവാദിയല്ല. നബിയെ പറ്റി ഖുർആൻ പറഞ്ഞു, ഓമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ, കരുണയ്യാൻ വേണ്ടി പറഞ്ഞാണ്. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കാം. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ഈ ലോകം മുഴുവൻ അംഗീകരിച്ച പോൾപ്പണി നോക്കണമെന്ന് പറഞ്ഞു. മറ്റേ ഔലി എങ്ങനെ പറഞ്ഞു, മറിച്ച ഔലി എങ്ങനെ പറഞ്ഞു, അനക്കും എൻ്റെ ഔലിയക്കും നടക്കാൻ റഹ്മത്തുള്ളാനെ കിട്ടൂല. എന്തുകൊണ്ട്? അയാൾ ചെയ്തത് ക്രൂരതയാണ്. നബിയുടെ അനുയായി ക്രൂരത ചെയ്യില്ല. വേറെ ഞാൻ എന്നോട് പറയരുത്, എനിക്ക് എല്ലാ ഔലിയും കണക്കാണ്, പുണ്ണാക്കും കണക്കാണ്. എനിക്ക് അള്ളി റസൂലേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലേനു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഞാൻ അംഗീകരിക്കില്ല. അതിനെ ഒക്കെ നോക്കണം, അംഗീകരിക്കും, അത്ര തന്നെ. എന്തുകൊണ്ട്? അത് എൻ്റെ റസൂലിനെ ജനങ്ങൾ കുറ്റം പറയാൻ കാരണമായിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ കുറ്റം പറയാൻ ഒരാൾ കാരണമായ അയാൾ എത്ര വലിയ നിസ്കാരം നിസ്കരിച്ചാലും അയാൾ ഞാൻ അംഗീകരിക്കില്ല. അള്ളാഹുവിൻ്റെ നമുക്ക് ചെയ്യാവുന്ന ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിൻ്റെ റസൂലിനെ നല്ലത് പറയാൻ നമ്മളൊരു കാരണക്കാരനായാൽ അതാണ് അവിടെ സുഖം, അതിലാണ് സന്തോഷവും. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ സഹജീവികൾ, നമ്മളൊരു ആരും നമ്മളെ കൂടെ ബസ്സിൽ റെയിൽവേയിൽ യാത്ര ചെയ്തപ്പോൾ നമ്മളെ കമ്പാർട്ട്മെന്റിലെ സഹയാത്രികൻ, ആ സഹയാത്രികൻ നമ്മളൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്നപ്പോൾ നമ്മളെ പെരുമാറ്റത്തിൽ അയാൾക്ക് സന്തോഷം തോന്നി എങ്കിൽ ഇവിടുന്ന് തലയിൽ കെട്ടും അല്ലെങ്കിൽ തൊപ്പിയെടുത്ത് എറിഞ്ഞിട്ട് പോരുമ്പോൾ അയാൾ സന്തോഷം പറയും. എന്താണെങ്കിലും
ഒരു മനുഷ്യത്തുള്ളവരെന്നെ മുസ്ലിമീങ്ങൾ. കാരണം നേതാവ് അത്രയും വലിയ ആളല്ലേ എന്ന് പറയാൻ കാരണം അത് മതിയല്ലോ. അല്ലെ സത്യമല്ലേ മോനെ? അതാണ് സത്യം. അതേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. عليه صلاة الله ثم سلامه فتشريق من أنواعه الغل ناسوت عليه صلاة الله ثم سلامه അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും ഹബീബിന്റെ മേൽ ഉണ്ടാവട്ടെ. ഫതശ്രീഖു മിൻ അൻവാരിഹി അവിടുത്തെ പ്രകാശങ്ങളിൽ നിന്ന് പ്രകാശ പ്രഭാപൂരിതമാകും അൽ ഗുരി വെളുവെളുത്തതും ധവള സുരഭിലമായതുമായ അവിടുത്തെ പ്രകാശം. അൽ ഗുരി എന്ന് പറഞ്ഞാൽ ധവള സുരഭിലമായ എന്ന് വേണമെങ്കിൽ പറയാം. വെളുത്തതും സന്തോഷപൂർണവുമായ ആ പ്രകാശങ്ങളിൽ നിന്ന് പ്രഭാപൂരിതമാകും നാസൂത്തി ലോകം. മനുഷ്യലോകത്തിന് അമലുകൾ കിട്ടാനുള്ളത്, മനുഷ്യന്റെ അമലുകൾ ഉയർത്തുക, മനുഷ്യന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതിന്റെ അവസാനത്തെ ലോകമാണ് നാസൂത്തി ലോകം. നാസുമായി ബന്ധപ്പെട്ടതാണ് നാസൂത്തി ലോകം. ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പൊ ആ നാസൂത്തി ലോകം പോലും പ്രകാശിക്കുന്നത് പുണ്യ റസൂലുള്ളാഹിയുടെ ധവള സുരഭിലമായ അവിടുത്തെ ആ വെളുവെളുത്ത അതിസുന്ദരമായ സന്തോഷകരമായ ആ പ്രകാശങ്ങളിൽ നിന്നാണ്, ആ പ്രകാശരേണുക്കളിൽ നിന്നാണ് ആ നാസൂത്തി മണ്ഡലം പോലും പ്രഭാപൂരിതമാകുന്നത്. അലൈഹി സ്വലാത്തുല്ലാഹി അലൈഹി മഅല്ലാലിൽ കിറാമി വസഹ്ബിഹി സ്വലാത്തൻ മിനർ റഹ്മാനി വറഹ്മതു അലൈഹി പുണ്യ റസൂലുള്ളാഹിന്റെ മേൽ ഉണ്ടാവട്ടെ. മഅല്ലാലിൽ കിറാമി ബഹുമാന്യരായ അവിടുത്തെ കുടുംബത്തോടു കൂടെയും വസഹ്ബിഹി അവിടുത്തെ സഖാക്കളോട് കൂടെയും ഉണ്ടാവട്ടെ. സലാത്ത് ഉണ്ടാവട്ടെ. മിനർ റഹ്മാനി റഹ്മാനിൽ നിന്ന് സലാത്തും ഉണ്ടാകട്ടെ. വറഹ്മതു മറ്റു റഹ്മത്തുകളും ഉണ്ടാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. عليه صلاة الله عليه مع الآل الكرام وصحبه صلاة من الرحمن والرحمة റഹ്മാനായ റബ്ബിൽ സലാത്തും ഉണ്ടാവട്ടെ. റഹ്മത്തു മറ്റുള്ള റഹ്മത്തുകളും ഉണ്ടാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. فأين أطوى من ذا وأين كليمه وأين الذي ناجى ومسجده الحوت عليه صلاة الله ثم سلامه بها يسهل الأرزاق والعيش والقوت عليه صلاة الله ثم سلامه فتشريق من أنواعه الغل ناسوت من التشريق പ്രഭാപൂരിതമാകും. ഇഷ്റാഖ് നിസ്കാരം എന്ന് പറഞ്ഞിട്ടില്ലേ? സുബഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇഷ്റാഖ് ഭൂമി പ്രഭാപൂരിതമായതിന്റെ സന്തോഷ നന്ദി. മനസ്സിലായില്ലേ? ഇഷ്റാഖ് പ്രഭാപൂരിതമായി. എന്ത്? ഭൗമമണ്ഡലത്തിന്റെ ഉപരിഭാഗം വെളിച്ചം വന്നു. ആരെക്കൊണ്ട്? അതിശക്തമായ ഒരു സൃഷ്ടിയെ അള്ളാഹു നടത്തുകയാണ്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൻ അലീമുമായ റബ്ബ് നടത്തുന്നത് കൊണ്ടാണ് സൂര്യൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ആ ഘനാന്തകാരം പിടിച്ചു നിന്നിരുന്ന നമ്മുടെ ഭൂമി വീണ്ടും പ്രഭാപൂരിതമായത്. അള്ളാഹു ആ ഗോളത്തെ നടത്തിയത് കൊണ്ടാണ്. അതിന്റെ നന്ദിയാണ് എന്ത്? 2 റക്അത്ത് ഇശ്റാഖ് നിസ്കാരം. പ്രഭാപൂരിതമാകും മിൻ അൻവാരിഹി അവിടുത്തെ പ്രകാശ കിരണങ്ങളിൽ നിന്ന്. അൽ ഗുരി ധവള സുരഭിലമായ വെളുവെളുത്തതും അതിസുന്ദരവുമായ നാസൂത്തി മണ്ഡലം പോലും പ്രകാശപൂരിതമാകുന്നത്, പ്രഭാപൂരിതമാകുന്നത് ആ പുണ്യ റസൂലിന്റെ ധവള സുരഭിലമായ പ്രകാശരേണുക്കളിൽ നിന്ന് മാത്രമാണ്. പിന്നെ അലൈഹി മഅല്ലാലിൽ കിറാമി വസഹ്ബിഹി സ്വലാത്തൻ മിനർ റഹ്മാനി റഹ്മത്തു. ബാക്കി അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വമാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയും പറയുക. ശനിയാഴ്ച നോക്കട്ടെ കേട്ടോ, ചിലപ്പോൾ നമ്മൾ റബീഉൽ മുഹമ്മദിയ പറയും.